ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എജു ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എജു ടിപ്സിലേക്ക് സ്വാഗതം. ഇത് 150 ടോപ്പിക്സിന്റെ സീരീസ് ആണ്. 150 ടോപ്പിക്സിൽ ഇപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നത് മോർ ദാൻ 17 വീഡിയോസ് ക്ലാസ്സസ് ആയി അല്ലേ? ഏതാണ്ട് മോർ ദാൻ 17 ആയിട്ടുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് 17 ടോപ്പിക്സും പഠിച്ചവരുണ്ട്. കുറച്ചൊക്കെ പെൻഡിങ് ഉള്ളവരോടെന്ന് എനിക്കറിയാം. അപ്പോൾ പെൻഡിങ് ഉള്ളവർ മാക്സിമം പഠിച്ച് ഒപ്പം എത്താനായിട്ട് നോക്കുക. പിന്നെ ഇതിനെയൊക്കെ ബേസ് ചെയ്തുള്ളൊരു എക്സാം ഞാൻ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഉടനെയല്ല, നിങ്ങൾക്ക് LDC എക്സാമിനേഷൻ അടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യുള്ളൂ. കാരണം ഇപ്പം അത് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങൾ പഠിച്ചു പോവുക. ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ പറയും ഏതൊക്കെ ടോപ്പിക്കാണ്, ഏതൊക്കെ എക്സാംസ് ആണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ മുൻകൂട്ടി അറിയിക്കും. അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. അപ്പം നമുക്കിപ്പോൾ ഒരു 2-3 ടോപ്പിക്ക്, കാരണം കൊച്ചു കൊച്ചു വീഡിയോസ് അല്ലേ, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടന്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 2-3 ടോപ്പിക്കിനെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് നമുക്കൊരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ കണ്ടക്ട് ചെയ്യാം. ഇപ്പോഴല്ല, എക്സാമിന് മുന്നോടിയായിട്ട്. കാരണം ഇപ്പം അത് ചെയ്തിട്ട് കാര്യമില്ല, തലയിൽ നിൽക്കില്ല. എക്സാമിന് മുമ്പ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് റിവിഷൻ ആവും. ഇപ്പം നിങ്ങൾ പഠിക്കുന്നു, പിന്നീട് നിങ്ങൾക്കത് റിവിഷൻ ആവും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു രീതി മനസ്സിലായോ? ഇപ്പോൾ 150 ടോപ്പിക്സ് പ്ലസ് PYQ ഏതൊക്കെ വേണം എന്നുള്ളത് ഞാൻ പറയും. അതനുസരിച്ച് നിങ്ങൾ പഠിക്കും, എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതാണ് നല്ല മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതങ്ങനെ എക്സാം അടുക്കുന്ന സമയത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 150 ടോപ്പിക്സിൽ പഠിക്കാൻ പോകുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് നമുക്ക് PSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതിനകത്ത് ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് സിലബസിൽ അവർ എടുത്ത് തന്നിട്ടില്ലെങ്കിൽ പോലും LDCയിലും LGSലും ഒക്കെ ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഭക്ഷ്യവസ്തുക്കൾക്ക് നിറം നൽകുന്ന ചില രാസവസ്തുക്കളെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രാസവസ്തുക്കളെ പറ്റി ചോദിക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്: ഭക്ഷ്യവസ്തുക്കൾക്ക് മഞ്ഞ നിറം നൽകുന്ന രാസവസ്തു താഴെ പറയുന്നവയിൽ ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ നമുക്കൊരു റാങ്ക് മേക്കിംഗ് ഏരിയാസ് ആണ്. കാരണം എല്ലാ പിള്ളേരും ഒന്നും ഇത് പഠിക്കാൻ പോകത്തില്ല. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആരെങ്കിലും പിള്ളേരെ ഇതൊക്കെ സിലബസിൽ ഇല്ലെങ്കിലും ഇതൊക്കെ ചോദിക്കാറുണ്ട്. സിലബസിൽ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം വ്യക്തമായിട്ട് നമുക്ക് എടുത്തു തന്നിട്ടില്ല. അപ്പോൾ പക്ഷേ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. ഇതൊരു റാങ്ക് മേക്കിംഗ് ഏരിയ പോലെയാണ്. കാരണം എല്ലാ കുട്ടികളും അതിന് കറക്റ്റ് ഉത്തരം ചെയ്യണമെന്നില്ല. അപ്പോൾ എൻ്റെ ക്ലാസ് കാണുന്നവർക്ക് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ റാങ്കിലേക്ക് എത്തുന്നത്, മനസ്സിലായോ? അല്ലാതെ കുറേ നമ്മൾ എന്താണ്ടുമൊക്കെ വാരി വലിച്ച് പഠിച്ചതൊന്നും എത്താൻ പോകുന്നില്ല. നമ്മളെപ്പോഴും സ്മാർട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ക്രൂക്കഡായിരിക്കണം, ഭയങ്കര കണ്ണിങ് ആയിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ആസ്പിരൻ്റ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ വരും, റെയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ റെയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ടൈപ്പ് ആവണമെന്നില്ല. അങ്ങനെയുള്ളതും കൂടി നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് അവിടെ എന്ത് ചെയ്യും? ഉയർന്നു നിൽക്കും. നമ്മുടെ തട്ടെപ്പോഴും ഒരുപടി മുന്നിലേക്ക് നിൽക്കണം. അത് നമ്മൾ എന്ത് ചെയ്താലും പഠിക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മൾ സ്മാർട്ടായിട്ടിരിക്കുക. അപ്പോൾ ഇവിടെയും നമ്മൾ ആ സ്മാർട്ട് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭക്ഷ്യവസ്തുക്കൾക്ക് നിറം നൽകുന്ന രാസവസ്തുക്കൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാം. ചെറിയ ക്ലാസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിലോ നാം കുടിക്കുന്ന പാനീയങ്ങളിലോ നിറം നൽകുന്നതിന് വേണ്ടി ചേർക്കുന്ന ഡൈ പിഗ്മെന്റുകളാണ് എന്താ? ഫുഡ് കളറിംഗ് അല്ലേ? ഫുഡ് കളറിംഗ് ചേർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാം കഴിക്കുന്ന ഭക്ഷണം അത് ആകർഷകമാക്കുന്നതിന്. ഇപ്പം നമ്മൾ ബേക്കറിയിലൊക്കെ ചെന്നാലും പല കളറൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു ആകർഷണീയത തോന്നും, നമ്മൾ എന്ത് ചെയ്യും? ആ ഫുഡ് വാങ്ങും അല്ലേ? അപ്പം നാം കഴിക്കുന്ന ഭക്ഷണം ആകർഷണീയമാക്കുക എന്നൊരു ഉദ്ദേശവും കൂടി എന്തിനുണ്ട്? ഈ ഫുഡ് കളറിങ്ങിന് വരുന്നുണ്ട്. അതുപോലെ ചില പലഹാരങ്ങൾ, ഇപ്പം ജിലേബി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നില്ലെങ്കിൽ ഓറഞ്ച്, അല്ലെങ്കിൽ എന്താണ്? യെല്ലോ കളർ. ഇതിനപ്പുറം ഒരു കളറില്ല. കാരണം അങ്ങനെയാണ് നമ്മളും ഓരോ വസ്തുക്കളെ എന്ത് ചെയ്യുന്നത്? ആകർഷണീയമാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു കോൺസെപ്റ്റ് തന്നെ ആ ഒരു കളറാണ് കയറി വരുന്നത്. അപ്പോൾ ഭക്ഷണത്തെ ആകർഷണീയമാക്കുക എന്നുള്ളതാണ് ഈ ഫുഡ് കളറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫുഡ് കളറിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ദ്രാവക രൂപത്തിലായിരിക്കാം ഭക്ഷണത്തിലേക്ക് ആ കളർ ആഡ് ചെയ്യുന്നത്, ചിലപ്പോൾ ജെൽ ഫോമിലായിരിക്കാം, ചിലപ്പോൾ അത് എന്താ പറയുന്നത് പൊടിയുടെ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ പേസ്റ്റ് ഫോമിലായിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഭക്ഷണ വസ്തുക്കളിലേക്ക് ഈ കളറ് ആഡ് ചെയ്യുന്നത്. അതേപോലെ ഇങ്ങനെ കളർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള കളേഴ്സ് ഉണ്ട്. നാച്ചുറൽ കളേഴ്സും വരുന്നുണ്ട്, സിന്തറ്റിക് കളേഴ്സും വരുന്നുണ്ട്. നാച്ചുറൽ കളേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ദോഷകരമല്ലാത്ത രീതിയിലുള്ള നാച്ചുറൽ കളേഴ്സ്, പ്രകൃതിദത്തമായ കളേഴ്സും നമ്മൾ ഫുഡ് കളറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഫുഡ് കളറിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് വാണിജ്യ ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഗാർഹിക പാചകത്തിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫുഡ് കളേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ അത്യാവശ്യം വീട്ടിൽ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ചില ആഹാരം ഉണ്ടാക്കുമ്പോൾ നമ്മളും അതിനൊരു കളറൊക്കെ കിട്ടാനായിട്ട് ഇത് മായം ചേർക്കുന്നതാണ്, അല്ലെങ്കിൽ ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ആഡ് ചെയ്യാറുണ്ട് അല്ലേ? നമ്മുടെ വീട്ടിൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ കളർ ആഡ് ചെയ്യും. അതുപോലെ തന്നെ ചിലപ്പം
പല ഭക്ഷ്യവസ്തുക്കളിലും നമ്മൾ ഒരു നിറവും മണവും കളറും ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ ഇതുപോലത്തെ മായങ്ങളൊക്കെ ചേർക്കാറുണ്ട്. അപ്പം വാണിജ്യാവശ്യത്തിൽ മാത്രമല്ല ഗാർഹിക ആവശ്യത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഈ രാസവസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സിന്തറ്റിക്, ഏതൊക്കെയാണ് നാച്ചുറൽ ആയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി പോകാം. നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കളർ യൂസ് ചെയ്യുന്നതോടെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റും സംഭവിക്കുന്നില്ല. ഇപ്പം നാച്ചുറലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രകൃതിദത്തമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില കളർ നൽകുന്ന ചില രാസവസ്തു എന്ന് പറയാൻ പറ്റില്ല, നാച്ചുറലി ഉള്ളതാണ്. നാച്ചുറലി ആയിട്ടുള്ള അങ്ങനത്തെ വസ്തുക്കളാണ് കരോട്ടിനോയിഡുകൾ, ഫിനോളിക്സ്, ബീറ്റാ സയാനിൻ, ആന്തോസയാനിൻ, ക്ലോറോഫിൽ എന്നിവ. ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്കറിയാം. ക്ലോറോഫിൽ നമുക്കറിയാം സസ്യങ്ങളിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് അതിന്റെ കളർ എന്താണ്? പച്ച നിറം. അപ്പൊ ഭക്ഷ്യവസ്തുക്കൾക്ക് പച്ച നിറം നൽകുന്നതിന് സ്വാഭാവികമായിട്ട് പ്രകൃതിദത്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഇത് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ആന്തോസയാനിൻ ആണെന്നുണ്ടെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വസ്തുവാണ്. അത് ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ബീറ്റാ സയാനിനുകളുണ്ട്. ബീറ്റാ സയാനിൻ, ബീറ്റ പേരിൽ നിന്ന് ബീട്രൂട്ടിന്റെ ഒരു ചുവപ്പ് നിറയില്ലേ, ബീട്രൂട്ട് കളർ, നമ്മൾ അതിന് വേറെ ബർഗണ്ടി എന്നൊക്കെ ഇപ്പൊ പറയും. അപ്പൊ ബീട്രൂട്ടിന്റെ പോലത്തെ ഒരു ചുവപ്പ് നിറം നൽകുന്നതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ബീറ്റാ സയാനിനുകൾ. അതുപോലെ തന്നെ ഫിനോളിക്സ് ഉണ്ട്. ഫിനോളിക്സ് മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, നാച്ചുറലി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഇതെന്ന് പറയുന്ന ഫിനോളിക്സ്. പിന്നെ കരോട്ടിനോയിഡുകൾ. കരോട്ടിൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം കളർ മഞ്ഞ എന്നൊക്കെ അല്ലേ. ഇപ്പൊ കരോട്ടിനോയിഡുകൾ നമുക്ക് മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച് എന്നിങ്ങനെയുള്ള കളറുകളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാച്ചുറലി ആയിട്ടുള്ള പദാർത്ഥങ്ങളാണ്. ഓർത്ത് വയ്ക്കുക, കരോട്ടിനോയിഡുകൾ പ്രകൃതിദത്തമായിട്ടുള്ളതാണ്, നാച്ചുറലി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്, ഫുഡ് കളറിംഗ് ആണ്. അപ്പൊ കരോട്ടിനോയിഡുകൾ കൊടുക്കുന്നത് മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ് നിറങ്ങളാണ്. ഫിനോളിക്സ് കൊടുക്കുന്നത് മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് നിറമാണ്. ബീറ്റാ സയാനിൻസ് കൊടുക്കുന്ന ബീട്രൂട്ട് ചുവപ്പാണ്. ആന്തോസയാനിൻ ചുവപ്പ് നിറം കൊടുക്കുന്നു. ക്ലോറോഫിൽ പച്ച കൊടുക്കുന്നു. ഈ ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷ്യസ് ക്ലാസ് ആണ് കേട്ടോ. എവിടെ തപ്പിയാലും ഇത് കിട്ടത്തില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എപ്പോഴും എൻ്റെ പിള്ളേരോട് പ്രത്യേക മമതയുള്ളതാണ്. അത് പെയ്ഡ് ക്ലാസ്സിലുള്ളവരോട് കുറച്ചുകൂടി ഉണ്ട്. കാരണം അവരെൻ്റെ അടുത്ത് പൈസ തന്ന് പഠിക്കുന്ന പിള്ളേരാണ്. അതിൻ്റെ ഒരു പ്രത്യേക സ്നേഹവും കരുതലും അവരോടുണ്ട്. നിങ്ങളോട് ഇല്ല എന്നല്ല, അതങ്ങനെയാണ്. കാരണം അവർ കുറച്ചും കൂടി നമ്മളെ എന്താ പറയുന്നത്, അവർ ക്യാഷും കൂടി തന്ന് പഠിക്കുന്നതുകൊണ്ട് നമ്മൾ അത്രയും ശ്രദ്ധ കൂടുതൽ കൊടുക്കും. ഇവിടെ തന്നില്ല എന്നല്ല, അങ്ങനെയാണെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല അല്ലേ. അപ്പം ഇത് പ്രഷ്യസ് ആണ്, ഇത് പഠിക്കണം കേട്ടോ. ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ആയിട്ട് കിട്ടുന്ന ഏരിയ ആണ്. അപ്പൊ ഇത് പഠിക്കുക. ഇനി നമുക്ക് സിന്തറ്റിക് അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള രാസവസ്തുക്കളെ നോക്കാം. ഇനി സിന്തറ്റിക് കളേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സിന്തറ്റിക് കളേഴ്സിൽ വരുന്നതാണ് അല്ലൂറ റെഡ്, കാർമോസിൻ, എറിത്രോസിൻ, പോൺസോഫോർ, ടാർട്രാസിൻ, കിനോലിൻ യെല്ലോ, ഇൻഡിഗോ കാർമൈൻ, ഫാസ്റ്റ് ഗ്രീൻ, FCF എന്നിവയൊക്കെ. അപ്പൊ അതിനകത്ത് അല്ലൂറ റെഡ്, പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ചുവപ്പ് നിറം നൽകുന്ന രാസവസ്തുവാണ് ഇത് അല്ലൂറ റെഡ്. ചുവപ്പ് നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചുവപ്പാണെങ്കിൽ അതിന്റെ നമ്പറിൽ വ്യത്യാസം കാണും അല്ലെ. നമ്മൾ ഫുഡ് കളറൊക്കെ വാങ്ങാനായിട്ട് പോകുമ്പോൾ നമ്മൾ നല്ല സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കണമെങ്കിൽ നമുക്കറിയാം കളറ് നമ്പർ വേറെ കാണും. അപ്പൊ അല്ലൂറ റെഡ് എന്ന് പറയുന്നത് ചുവപ്പ് നമ്പർ 40 ആണ്. നിങ്ങൾ ഈ നമ്പർ പഠിക്കണ്ട, ഇത്രയും പഠിച്ചാൽ മതി. അല്ലൂറ റെഡ് നൽകുന്ന എന്താണ്? ചുവപ്പ് നിറമാണ്. കാർമോസിൻ നൽകുന്നതും ചുവപ്പ് നിറമാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? എന്നിട്ട് കുറച്ച് ഓപ്ഷൻ തരും. ഇപ്പൊ കാർമോസിനും അല്ലൂറ റെഡും എറിത്രോസിനും ഒക്കെ കണ്ടാൽ ഓർക്കുക, ഇവരൊക്കെ എന്താണ്? ചുവപ്പ് നിറമാണ് നൽകുന്നത് അല്ലെ. അതുപോലെ എറിത്രോസിൻ അറിയപ്പെടുന്നത് ചുവപ്പ് നമ്പർ 3 ആണ് കേട്ടോ. റെഡ് കളർ നമ്പർ 3 ആണ് എന്തെന്ന് പറയുന്നത്? എറിത്രോസിൻ. ഓക്കെ, നമ്പർ 3. നിങ്ങൾ നമ്പർ പഠിക്കണ്ട, ഞാൻ ചുമ്മാ പറയുന്നേ ഉള്ളൂ. അല്ലൂറ റെഡ്, കാർമോസിൻ, എറിത്രോസിൻ, പോൺസ്യൂ 4R അല്ലെങ്കിൽ പോൺസോ 4R എന്നും അതിനെ വിളിക്കും. ഇത് ഇത്രയും പേരാണ് എന്ത് ചെയ്യുന്നത്? റെഡ് കളർ നൽകുന്നത്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന രാസവസ്തുക്കളാണ് അല്ലൂറ റെഡ്, പോൺസോ 4R, എറിത്രോസിൻ, കാർമോസിൻ എന്നിവ. നെക്സ്റ്റ് മഞ്ഞ കളർ നൽകുന്നതാണ് ടാർട്രാസിൻ. PSC ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എറിത്രോസിൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, കാർമോസിൻ ചോദിച്ചിട്ടുണ്ട്, ടാർട്രാസിൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഭക്ഷ്യവസ്തുക്കൾക്ക് മഞ്ഞ നിറം നൽകുന്ന രാസവസ്തുവാണ് ടാർട്രാസിൻ നൽകുന്നത് യെല്ലോ നമ്പർ 5 ആണ്. നമ്പർ പഠിക്കണ്ട. അപ്പം യെല്ലോ കളർ നൽകുന്നതാണ് ടാർട്രാസിൻ. അതുപോലെ ക്വിനോലിൻ യെല്ലോ, പേരിൽ നിന്ന് തന്നെ അറിയാം ക്വിനോലിൻ യെല്ലോ എന്താണ്? മഞ്ഞ കളറാണ് നൽകുന്നത്. പിന്നെ ഇൻഡിഗോ കാർമൈൻ നമ്മൾ നീല കളർ ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്പർ 2 ആണ്. ബ്ലൂ നമ്പർ 2ന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻഡിഗോ കാർമൈൻ. പിന്നെ ഫാസ്റ്റ് ഗ്രീൻ, FCF നമുക്കറിയാം ഗ്രീൻ ആണ്, പച്ച കളറാണ് അല്ലെ. അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ നോക്കി പോണത് കാർമോസിൻ നോക്കണം, എറിത്രോസിൻ നോക്കണം, ടാർട്രാസിൻ നോക്കണം. ഇവരെ 3 പേരെയാണ് സൂക്ഷിക്കേണ്ടത്. ഇതാണ് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ളത് രാസവസ്തുക്കളുടെ കാര്യത്തിൽ. ബാക്കി നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, നല്ലതാണ്. കാരണം ചോദിച്ചാൽ എഴുതാലോ. അപ്പൊ ഇത്രയുമാണ്
ഭക്ഷ്യവസ്തുക്കൾക്ക് നിറം നൽകുന്ന രാസവസ്തുക്കൾ. അപ്പൊ സിന്തറ്റിക്കും ഉണ്ട്, നാച്ചുറലും ഉണ്ട്. നാച്ചുറൽ നമ്മൾ ആദ്യം പറഞ്ഞ ആന്തോസയാനിനും ക്ലോറോഫില്ലും ഒക്കെ എന്തിൽ വരുന്നുണ്ട്? കരോട്ടിനോയിഡുകളും അത് ബീറ്റാ സയാനിനുകളും ഒക്കെ എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ളതാണ്. സിന്തറ്റിക് ആയിട്ടുള്ളതിൽ എറിത്രോസിൻ, ടാട്രാസിൻ, പിന്നെ നമ്മുടെ കാർമോസിൻ, ഇത് മൂന്നും മസ്റ്റായിട്ട് പഠിക്കണം. ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുന്ന രീതിയിൽ പഠിച്ചാൽ മതി. മസ്റ്റായിട്ടും പഠിക്കണം എന്ന് പറഞ്ഞാൽ മറ്റേവർ ബൈഹാർട്ട് ആയിരിക്കണം. ബാക്കിയുള്ളവർ നമ്മൾ കണ്ടാൽ അറിയാം, കുത്തും, ആ രീതിയിൽ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്